Children, welcome back to your English class. Today let us study some grammar part. This tenses I have taught you earlier in I think or 5th or 4th lessons. Okay, anyway, you can remember that is simple present and present continuous tenses. Simple present and present continuous tenses. We know that tenses are the grammar എന്നാണ് നമ്മൾ പറയുന്നത് tenses. Simple present tense, present continuous tense. Here are some examples. She dances well. The sun rises in the east. They play cricket. Here the underlined words are the verbs. The underlined words are the verbs. Here she, the sun, they are the subject. Where we are using simple present tense. Simple present നമ്മൾ എവിടെയെല്ലാം ഉപയോഗിക്കുന്നത്? We use simple present tense to show regular actions and habits. We use simple present tense to show regular actions and habits. She dances well or she dances every day. And she goes to school. Children goes to school. The every day എല്ലാ ദിവസവും കാണിക്കുന്ന ആക്ഷൻ ആണ്. And sun rises in the east. Sun eastൽ and westൽ ഉദിക്കത്തില്ല അല്ലേ? That's a habitual action, habits. Regular activities are. They play cricket. അവരെല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുന്നത്. അതുകൊണ്ട് regular activities habits ആണ്. For that we use simple present tense and we also use it to express facts that do not change. We also use simple present tense to show the facts that do not change. മാറ്റമില്ലാത്ത കാര്യങ്ങൾ കാണിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് മാറ്റമില്ലാത്ത കാര്യം എന്താ? The sun rises in the east. അത് മാറ്റമില്ലാത്ത കാര്യമല്ലേ? And the sun sets in the west. Wood floats on water. Water freezes 0 degrees Celsius. അതേപോലെ അത് മാറ്റമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ്, where are we using simple present tense? To show the regular actions and habits and to express facts that do not change. മാറ്റമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാനും റെഗുലർ ആക്ഷൻ കാണിക്കാനും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഇനി ഇതിനകത്തൊരു കാര്യമോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം വെർബിന്റെ V1 of the verb, that is base form, root form of the verb ഉപയോഗിക്കണം. റൂട്ട് ഫോം ഓഫ് ദ വെർബ്, ഇവിടെ റൂട്ട് ഫോം എന്ന് പറഞ്ഞാൽ ഡാൻസ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു യെസ് കൂടെ ചേർത്ത് ഡാൻസസ് ആക്കി. കാരണം എന്താണ്? ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഐ, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, പ്ലൂറൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു, ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ, ആൻഡ് തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ്, ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ, അതിന്റെ പ്ലൂറൽ ദേ. അതിലെ ഈ പ്ലൂറൽ ഐയും യുവും എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കരുതുന്നത്. ഐയും യുവും പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തു പോരുന്നത്. ഐ, യു, ദേ, വി. ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബിന്റെ കൂടെ റൂട്ട് ഫോം ആണ് ഉപയോഗിക്കുന്നത്. അതിനവിടെ എസ് അല്ലെങ്കിൽ എസ് വേണ്ട. അതായത് ഐ, യു, ദേ, വി ഈ സബ്ജക്റ്റിന്റെ കൂടെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ഈ ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ആ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബിന് പ്ലൂറൽ ഫോം മതി. ഈ വെർബ് എല്ലാം ഒറിജിനലി ഓൾ വെർബ്സ് ആർ ഇൻ പ്ലൂറൽ ഫോം. ഇംഗ്ലീഷ് ഭാഷയിലെ വെർബ് എല്ലാം ഒറിജിനലി ഇത് പ്ലൂറൽ ഫോം ആണ്. അതിന് നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് സഫിക്സ് ആയിട്ട് അവസാനം ചേർത്താണ് നമ്മൾ അതിനെ സിംഗുലർ ആക്കുന്നത്. അതായത് എക്സാമ്പിൾ, ഷീ ഡാൻസസ്, ഹി ഡാൻസസ്, ഇറ്റ് ഡാൻസസ്, ബേർഡ് ഡാൻസസ്, ആനിമൽ ഡാൻസസ്. അത് സിംഗുലർ നൗൺ ആണ്. അതിനോട് ചേർക്കുന്ന വെർബിന് എസ് അല്ലെങ്കിൽ ഇ എസ് വേണം. ഐ, യു, ദേ, വി ആൻഡ് പ്ലൂറൽ നൗൺസ് അതിനോട് ചേർക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ചേർക്കുന്ന വെർബിന് എസ് അല്ലെങ്കിൽ ഇ എസ് വേണ്ട. ഹി, ഷീ, ഇറ്റ് ആൻഡ് സിംഗുലർ നൗൺ ഇതിനോട് ചേർക്കുന്ന വെർബിന് എന്ത് വേണം? എസ് അല്ലെങ്കിൽ ഇ എസ് വേണം. എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുമ്പോഴേ എന്ത് ഒരു വെർബ് സിംഗുലർ ആകൂ. അപ്പൊ മനസ്സിലായാലോ? Where are we using simple present tense? To show the habitual actions, regular actions and habits. To show the regular actions and habits and to show the universal truth, or to show the facts that do not change, unchanging ആയിട്ടുള്ള, do not, the facts that do not change. For example, സൂര്യൻ
സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഓക്കെ, ഇതൊക്കെ വാട്ടർ ഫ്രീസസ് ഓൺ 0°C, ഇതെല്ലാം എന്താണ്, മാറ്റമില്ലാത്ത കാര്യങ്ങൾ. അതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ടെൻസ് പഠിക്കുമ്പോൾ ആ ഒരു വ്യൂവിൽ വെച്ചോണ്ടേ എക്സാമ്പിൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോ സിമ്പിൾ, ഇൻ ഓർഡർ ടു ഫോം എ സെന്റൻസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് വി ഹാവ് ടു യൂസ് ദ സബ്ജക്ട്. സിമ്പിൾ ആണത്, സബ്ജക്ട് ആൻഡ് V1. V1 എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോം, റൂട്ട് ഫോം. അത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബും വേണം. സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഐ, യു, he, she, it, any singular noun. അതായത് ആനിമൽ, ബേർഡ്, എ മാംഗോ, ഇതേപോലെ ഓരോന്നാണ് സിംഗുലർ. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, ദേ, വി, ഇതെല്ലാം പ്ലൂറൽ. ഐയും യുവും എപ്പോഴും ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് കരുതുന്നത്. മനസ്സിലായല്ലോ? ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ചിൽഡ്രൻ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ. നേരത്തെ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത് അത് കഴിഞ്ഞുള്ള ഒരു സെക്ഷനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് തുടർച്ച വർത്തമാനകാലം എന്ന് പറയും. തുടർച്ചയായിട്ടുള്ള ആക്ഷനെ കാണിക്കാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. വേർ ഓർ വെൻ വി ആർ യൂസിങ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, an action in progress at the time of speaking. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ കാണിക്കാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. I am teaching, I am teaching, you are listening, we are listening, they are listening, he is playing, she is playing, it is playing, Arun is playing. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? കണ്ടിന്യൂറ്റി കാണിക്കാനാണ്, ആക്ഷന്റെ കണ്ടിന്യൂറ്റി കാണിക്കാനാണ്. കണ്ടിന്യൂറ്റി അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, ടു ഷോ ദ കണ്ടിന്യൂറ്റി അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, അത് കാണിക്കാനാണ്. ഇവിടെ I told you subject, I, you, they, we, he, she, it. ഇവിടെ സബ്ജക്റ്റ് വേണം. അതിലൂടെ പ്രസന്റ് കണ്ടിന്യൂ. In order to make a sentence in present continuous tense, we have to equation പഠിച്ചോളാം. We will have the subject plus the helping verbs are, is, are plus V1 plus ing. But to make a sentence in present continuous tense, there will have subject, the helping verb am, is, are plus verb plus ing form. For example, I am teaching. ഞാൻ പറഞ്ഞ I എപ്പോഴും ഒറ്റയ്ക്കേ നിൽക്കത്തുള്ളൂ, സ്നേഹങ്കാരിയാണ്. അതുകൊണ്ട് I ഒറ്റയ്ക്കേ നിൽക്കത്തുള്ളൂ. ഐയുടെ കൂടെ ആര് വരും? am teaching. You are, you, I told you, you is a plural subject. You are teaching, we are listening, they are listening, he singular, third person singular, he is, she is, it is. അപ്പൊ മനസ്സിലായല്ലോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ആം ഉണ്ടായിരിക്കണം, അതിലൂടെ ആം ഉണ്ടായിരിക്കണം, ഈസ് ഉണ്ടായിരിക്കണം, ആർ ഉണ്ടായിരിക്കണം, വെർബിന്റെ ing ഫോം ഉണ്ടായിരിക്കണം. ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നത്. ഇനി I am teaching, ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇതിനെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കണ എങ്ങനെയാണ്? I am not teaching. നോട്ട് ചേർക്കുമ്പോൾ ഒരു സെന്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയി, നിഷേധവാക്യം പറയും. നെഗറ്റീവ്. I am not teaching, you are not listening, we are not listening. അപ്പൊ നോട്ട് ചേർക്കുമ്പോൾ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇത് തന്നിരിക്കണല്ല എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നോട്ട് ടു മേക്ക് ദം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് യു ഹാവ് ടു ആഡ് നോട്ട് വിത്ത് ദാറ്റ്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആക്കണേ. ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആ വെർബ് എടുത്ത് എന്ത് കൊടും? ഹി ഈസ് പ്ലേയിങ്, ഈസ് ഹി പ്ലേയിങ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഈസ് എടുത്ത് ആദ്യം കൊണ്ടുവരണം. ആ ഹെൽപ്പിംഗ് വെർബ് ആദ്യം കൊണ്ടുവരണം. അതിന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഈസ് ഹി പ്ലേയിങ്? ഓക്കെ. ഇനി അതിനകത്ത് words often used with verbs in the present continuous tense, look, listen, now and at the moment. ഈ വേർഡ് എല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. Words often used with verbs in the present continuous tense, look, listen, now and at the moment. അതാ പറഞ്ഞിരിക്കുന്ന ആ സമയത്തല്ലേ. എന്താണ്? where we are using the present continuous tense?
to show the progress at the time of speaking. To show the progress of the action at the time of speaking. അതാണ് ആ വാക്കിന്റെ കൂടെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ലുക്ക് ഉപയോഗിക്കാറുണ്ട്, ലിസൺ, നൗ ആൻഡ് അറ്റ് ദ മൊമെന്റ്. അപ്പൊ ചിൽഡ്രൻ, യു ഹാവ് ടു go through the instruction of the text and do the exercise. Okay? ഇനി നിങ്ങളുടെ മെയിൻ കോഴ്സിൽ കുറച്ച് എക്സർസൈസ് ചെയ്യാതുണ്ടായിരുന്നു. ലാസ്റ്റ് ലെസൺ 6th ലെസന്റെ എക്സർസൈസ് ചെയ്യാതുണ്ടായിരുന്നു. അത് എൻജോയിങ് ഗ്രാമറിലെ ടെൻസ് ആണ് കൂടുതലും. ആ ടെൻസ് എൻജോയിങ് ഗ്രാമറിലെ 12th ലെസൺ കഴിഞ്ഞിട്ട് പാസ്റ്റ് കണ്ടിന്യൂസും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും അത് കഴിഞ്ഞിട്ട് മിസ് തരുന്നതായിരിക്കും. ഓക്കെ മക്കൾ, അതുകൊണ്ട് you have to listen the or learn the instructions and go through the exercise. Then you will be able to learn the subject. Okay, bye.